എത്ര പറഞ്ഞാലും തീരാത്തതാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ കഥകൾ. ഒന്നിനൊന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ മാത്രമല്ല സഞ്ചാരികളുടെയും ചരിത്രകാരന്മാരുടെയും പ്രിയപ്പെട്ട ഇടം കൂടിയാണ്. അങ്ങനെയുള്ള വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ സ്ഥിതി ചെയ്യുന്ന ദുൽഹദേവ് ക്ഷേത്രം. ഇന്നത്തെ വീഡിയോയിൽ ഖജുരാഹോ ക്ഷേത്ര സമുച്ചയങ്ങളുടെ ഭാഗമായ ദുൽഹദേവ് ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. കല്ലുകളിൽ കലാവിദ്യകൾ കൊത്തിവെച്ച ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ദുൽഹദേവ് ക്ഷേത്രം. ഖജുരാഹോ ക്ഷേത്രങ്ങളുടെ പ്രധാന പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ശിവനെയാണ് ആരാധിച്ചു പോരുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്ന കാലത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ലെങ്കിലും AD 950-നും 1050-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് നിർമ്മാണം നടന്നത് എന്നാണ് വിശ്വാസം. ചന്ദേല വംശത്തിലെ രാജാക്കന്മാരാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിലുണ്ടായിരുന്നവർ എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് AD 950-നും 1150-നും ഇടയിലായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവനെ ശിവലിംഗത്തിൽ ആരാധിക്കുന്നതാണ് ഈ ക്ഷേത്രം. കിഴക്ക് ദിശയെ നോക്കി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് കുൻവർ മഠവും എന്ന പേരുമുണ്ട്. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്ന ഒരു രഥത്തിന്റെ രൂപത്തിലാണ് എന്നതിനാൽ മണ്ഡപമോ പ്രവേശന കവാടവും ഇല്ലാത്ത ഒന്നുകൂടിയാണിത്. ഇവിടുത്തെ പ്രധാന ശിവലിംഗത്തിന്റെ പുറത്ത് 999 ശിവലിംഗങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ ശിവലിംഗത്തെ ഒരു തവണ തൊഴുതാൽ 1000 തവണ തൊഴുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൈലാസ പർവ്വതം എന്ന വിശ്വാസത്തിൽ രഥത്തിന്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ചന്ദേല രാജാക്കന്മാർ ആകെ പണികഴിപ്പിച്ച 87 ക്ഷേത്രങ്ങളിൽ 22 ശിവക്ഷേത്രങ്ങളാണ്. അതിലൊന്നാണ് നമ്മുടെ ദുൽഹദേവ് ക്ഷേത്രം. ഖജുരാഹോയിലെ മറ്റേതൊരു ക്ഷേത്രത്തെയും പോലെ കൊത്തുപണികളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രവും. ദൈവങ്ങളുടെ രൂപങ്ങൾക്ക് പുറമെ അപ്സരസുകൾ, ത്രിമൂർത്തികൾ, സുന്ദരിമാർ, ദേവഗണങ്ങൾ തുടങ്ങിയവരുടെ രൂപങ്ങളും ഇവിടുത്തെ ചുവരുകളെ അലങ്കരിക്കുന്നു. അതോടൊപ്പം ആരെയും അതിശയിപ്പിക്കുന്ന രതിശില്പങ്ങളും ഇവിടെ ധാരാളമായി കാണാം. 100ഓളം ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് ഖജുരാഹോയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് എണ്ണത്തിൽ അത്രയുമില്ല. പശ്ചിമ മേഖല, കിഴക്കൻ മേഖല, ദക്ഷിണമേഖല എന്നിങ്ങനെ 3 മേഖലകളിലായാണ് ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളുള്ളത്. ഇതിൽ ദക്ഷിണമേഖലയിലാണ് ദുൽഹദേവ് ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുക. ഖജുരാഹോയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ഖോഡാർ നദിയുടെ തീരത്തായാണ് ഈ ക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മിക്കയിടങ്ങളിലും വാസല എന്ന നാമം കൊത്തിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ ശില്പങ്ങൾ നിർമ്മിച്ച പ്രധാന ശില്പിയുടെ പേരായിരിക്കും ഇത് എന്നാണ് കരുതപ്പെടുന്നത്. ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നും ദൈനംദിന ജീവിതങ്ങളിൽ നിന്നുമുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സവിശേഷമായ രൂപകൽപ്പനയ്ക്കും അതിശയകരമായ കൊത്തുപണികൾക്കും പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യയുടെ നാഗര ശൈലിയിലുള്ള പ്രധാന ഉദാഹരണമാണ് ദുൽഹദേവ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. മണൽക്കല്ലുകൾ ഉപയോഗിച്ചുള്ള ഈ ക്ഷേത്രം പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂരയും സങ്കീർണമായ കൊത്തുപണികളാലും അലങ്കരിച്ചിരിക്കുന്നു. വിഷ്ണു, ഗണപതി, കാർത്തികേയൻ, ദുർഗ തുടങ്ങിയ വിവിധ ദേവതകളുടെ ശില്പങ്ങളും രാമായണം, മഹാഭാരതം തുടങ്ങിയ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള സൗന്ദര്യവും മഹത്വവും വർദ്ധിപ്പിക്കുന്ന നിരവധി ചെറിയ ആരാധനാലയങ്ങളുമുണ്ട്. ദുൽഹദേവ് ക്ഷേത്രം സാംസ്കാരിക പ്രാധാന്യത്തിനും പേരുകേട്ടതാണ്. ചന്ദേല രാജവംശം ശത്രുക്കൾക്കെതിരായ വിജയത്തെ ആഘോഷിക്കുന്നതിനായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ വർഷവും ക്ഷേത്രത്തിൽ വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന മഹാശിവരാത്രി ഉൾപ്പെടെ നിരവധി ഹിന്ദു ഉത്സവങ്ങളുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ദുൽഹദേവ് ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് ഖജുരാഹോ ഗ്രൂപ്പിന്റെ സ്മാരകങ്ങളിലെ മറ്റ് ക്ഷേത്രങ്ങളും പരിവേഷണം ചെയ്യാമെന്നതും ശ്രദ്ധേയമാണ്. ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയുടെ അതിശയകരമായ ഉദാഹരണവും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ തെളിവും കൂടിയാണ് ദുൽഹദേവ് ക്ഷേത്രം. ഇതിന്റെ തനതായ രൂപകൽപ്പനയും സങ്കീർണമായ കൊത്തുപണികളും മധ്യപ്രദേശ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റുന്നു.